പരിച്ചുവിറച്ച് കേരളം. ഷിഗല്ലയും ഡെങ്കിപ്പനിയും ഉൾപ്പെടെ സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായി തുടരുന്നു. കോഴിക്കോട് പനി ബാധിച്ച് സ്ത്രീ മരിച്ചു. സൗത്ത് സുഡാനിൽ നിന്ന് കേരളത്തിലെത്തിയ സ്ത്രീയുടെ എബോള പരിശോധനാ ഫലം നെഗറ്റീവാണ്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് അടിയന്തര രൂപരേഖ തയ്യാറാക്കാൻ ഹൈപ്പവർ കമ്മിറ്റി യോഗം ചേർന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്വമല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനത്തിൽ ശമനമില്ല. പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ കോഴിക്കോട് മാവൂർ സ്വദേശി സുനിത മരിച്ചു. നേരത്തെ വയറിളക്കം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് പനിയും മൂർച്ഛിച്ചു. ഷിഗല്ല സംശയിക്കുന്നതിനാൽ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നലെ പകർച്ചപ്പനി ബാധിച്ച് ചികിത്സ തേടിയത് 13,539 പേരാണ്. പനി വ്യാപനം കൂടുതൽ മലപ്പുറത്ത്. ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 98 പേർക്ക്. 21 പേർക്ക് എലിപ്പനിയും 4 പേർക്ക് മലേറിയയും 10 പേർക്ക് ഷിഗല്ലയും 39 പേർക്ക് മഞ്ഞപ്പിത്തം, 109 പേർക്ക് ചിക്കൻ പോക്സ്, 3 പേർക്ക് ചിക്കൻ ഗുനിയ, ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരവും, ഒരാൾക്ക് പേവിഷബാധയും, ഒരാൾക്ക് ചെള്ളുപനിയും സ്ഥിരീകരിച്ചു. അതേസമയം സൗത്ത് സുഡാനിൽ നിന്നെത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സ്ത്രീയുടെ എബോള പരിശോധനാ ഫലം നെഗറ്റീവായി. പൂന വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് വന്നു, നെഗറ്റീവാണ്. രോഗിയെ ഹോം ക്വാറന്റൈനിലേക്ക് അയച്ചു. പിന്നെ ഹോം ക്വാറന്റൈൻ എത്ര ദിവസം വേണമെന്നുള്ളത് മെഡിക്കൽ ബോർഡിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഒഴിഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധം ചർച്ച ചെയ്യാൻ ഹൈപ്പവർ കമ്മിറ്റിയുടെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. പകർച്ചവ്യാധി പ്രതിരോധം ആരോഗ്യവകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്വമല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ പകർച്ചവ്യാധികൾ തടയുമ്പോൾ ആരോഗ്യവകുപ്പ് മാത്രമല്ല, മറ്റ് അനുബന്ധ വകുപ്പുകളും കൂടെ സഹകരിച്ചുകൊണ്ട് വേണം ഇതിനെ നമ്മൾ പ്രതിരോധിക്കാൻ. എപ്പോഴും പകർച്ചവ്യാധിയും മരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടി വരുന്ന ആരോഗ്യവകുപ്പാണ്. ഹൈപ്പവർ കമ്മിറ്റി നൽകുന്ന ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികളുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.